മുംബൈയുടെ മാനേജ്മെന്റ് തന്നെ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ക്യാപ്റ്റൻ രോഹിത്തിനെ മാറ്റി പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് കൊണ്ടാണ്. പാണ്ഡ്യയെ ഇപ്പോൾ അവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ആദ്യ കളി തന്നെ മുംബൈ തോറ്റു. മാത്രവുമല്ല, ടീമിലെ ഐക്യമത്യം പോയി. താരങ്ങൾ തമ്മിൽ പരസ്പരം തല്ലുകൂടുന്നതാണ് നമ്മൾ ഗ്രൗണ്ടിൽ കാണുന്നത്. ഇതുകൊണ്ട് തന്നെ നീത അംബാനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇന്നലെ മത്സരശേഷം നീത അംബാനി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ കളി തന്നെ മുംബൈ തോറ്റു. അതും 99% ജയിച്ച മത്സരമാണ് മുംബൈ കൊണ്ടുപോയി കളഞ്ഞത്. ഇന്നലെ മുംബൈ കളി തോറ്റ ശേഷം നീത അംബാനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇപ്പോഴത്തെ മുംബൈ ടീമിനെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. താരങ്ങൾ തമ്മിൽ ഒരു ഐക്യമത്യമില്ല. എല്ലാവരും പരസ്പരം തല്ലുകൂടുന്നു. ക്യാപ്റ്റൻ രോഹിത് ആയിരുന്ന സമയത്ത് മുംബൈ ടീമിന് ഒരു ഐക്യമത്യം ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഇപ്പോൾ പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ ടീം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ശരിക്കും ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും പാണ്ഡ്യയ്ക്ക് ഒരവസരം കൊടുക്കുകയാണ്. ഇപ്രാവശ്യം പാണ്ഡ്യ മുംബൈ ടീമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇത് ഞങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. ശരിയായ രീതിക്കല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം രോഹിത് ശർമ്മയെ തന്നെ ഞങ്ങൾ വീണ്ടും ക്യാപ്റ്റനാക്കുമെന്ന് നീത അംബാനി വ്യക്തമാക്കി. മുംബൈയുടെ മാനേജ്മെൻറ്റിന് വരെ കാര്യങ്ങൾ മനസ്സിലായി. പാണ്ഡ്യയുടെ സ്വഭാവം മോശമാണ്. ഇന്നലെ നമ്മളത് ഗ്രൗണ്ടിൽ കണ്ടതാണ്. സഹതാരങ്ങളുമായി പാണ്ഡ്യ വഴക്കിടുന്നു. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയോട് മോശം ബിഹേവിയറാണ് പാണ്ഡ്യ കാണിക്കുന്നത്. രോഹിത്തിനെ ബൗണ്ടറിയിലേക്ക് മാറ്റിയത് നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മുംബൈ ഫാൻസ് ദേഷ്യത്തിലാണ്. ആർക്കും തന്നെ പാണ്ഡ്യയെ ഇഷ്ടപ്പെടുന്നില്ല. രോഹിത് ശർമ്മയെ തിരിച്ച് ക്യാപ്റ്റൻ ആക്കണമെന്നാണ് മുംബൈ ആരാധകർ പറയുന്നത്. എന്തായാലും മുംബൈ ആദ്യ കളി തന്നെ തോറ്റു. പാണ്ഡ്യയുടെ അഹങ്കാരം മാറി കിട്ടിയെന്നാണ് ആരാധകർ പറയുന്നത്. രോഹിത് മുംബൈ ടീമിനെ നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ പാണ്ഡ്യ വന്നതും മുംബൈ ടീം കുഴഞ്ഞു മറിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. താരങ്ങൾ തമ്മിൽ ഇപ്പോൾ തല്ലായിരിക്കുകയാണ്. എന്തായാലും മുംബൈയുടെ അടുത്ത മത്സരം ശരിക്ക് വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.